ഗുഡ് മോർണിംഗ്. നമ്മളിനി ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് പഠിക്കുന്നത്. ഇതിൻ്റെ കൺസെപ്റ്റ് മാത്രമേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൂ. ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ മെയിനായിട്ട് ഡേറ്റ അനാലിസിസിൽ പാരാമീറ്റർ എസ്റ്റിമേഷനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ബേസ് തിയറത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കാണ്. Bayesian statistics is an approach to data analysis and parameter estimation based on Bayes' theorem. Unique for Bayesian statistics is that all observed and unobserved parameters in a statistical model are given a joint probability distribution termed the prior and data distribution. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിലുള്ള എല്ലാ ഒബ്സർവ്ഡും അതുപോലെ തന്നെ അൺഒബ്സർവ്ഡും ആയിട്ടുള്ള പാരാമീറ്റേഴ്സിന് നമ്മളൊരു ജോയിൻറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കൊടുക്കുന്നുണ്ട്. The typical Bayesian workflow consists of three main steps: capturing available knowledge about a given parameter in a statistical model via the prior distribution, which is typically determined before data collection, determining the likelihood function using the information about the parameters available in the observed data, and combining both the prior distribution and the likelihood function using Bayes' theorem in the form of the posterior distribution. ഇവിടെ നമുക്ക് 3 മെയിൻ സ്റ്റെപ്സാണ് ഈ ഒരു ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിലുള്ള പാരാമീറ്ററിനെ പറ്റിയുള്ള നോളജ് നമ്മൾ നേരത്തെയുള്ള പ്രയർ ഡിസ്ട്രിബ്യൂഷൻ്റെയൊക്കെ ബേസിൽ നിന്ന് കുറച്ച് കളക്ട് ചെയ്യും. ഇത് നമ്മൾ മെയിനായിട്ട് ഡേറ്റ കളക്ഷന് മുമ്പായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പാരാമീറ്റർ നിന്ന് ലഭിച്ചിട്ടുള്ള അവൈലബിൾ ഇൻഫർമേഷൻ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കണ്ടുപിടിക്കും. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പ്രയർ ഡിസ്ട്രിബ്യൂഷനെ അതുപോലെ തന്നെ ഈ ലൈക്ലി ഫംഗ്ഷനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ബേസ് തിയറത്തിൻ്റെ യൂസോട് കൂടി നമ്മൾ പോസ്റ്റീരിയർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കും. ദ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ റിഫ്ലെക്ട്സ് വൺസ് അപ്ഡേറ്റഡ് നോളജ് ബാലൻസിങ് പ്രയർ നോളജ് വിത്ത് ഒബ്സർവ് ഡേറ്റ ആൻഡ് ഈസ് യൂസ് ടു കണ്ടക്ട് ഇൻഫറൻസസ്. നമ്മൾ ഈ ഒരു പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഫറൻസസ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നത്. Bayes' theorem is used in Bayesian methods to update probabilities, which are degrees of belief after combining new data. Given two events A and B, the conditional probability of A given B is true is expressed as follows: probability of A given B is equal to probability of B given A into probability of A divided by probability of B. ബേസ് തിയറം നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇവിടെ എയും ബിയും രണ്ട് ഇവൻറ്റ്സ് ആണെങ്കിൽ probability of A given B എന്ന് പറയുന്നത് എന്തായിരിക്കും? probability of B given A into probability of A divided by probability of B ആയിരിക്കും. ഈ ഒരു തിയറത്തിൻ്റെ ബേസിലാണ് നമ്മൾ ഈ ഒരു ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. കൺസിഡർ എ ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഓവർ ഡേറ്റ ആൻഡ് പാരാമീറ്റേഴ്സ് P of y theta. By the definition of conditional probability, we can write P of y theta is equal to P of y given theta into P of theta. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു ജോയിൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൺസിഡർ ചെയ്യുവാണ്. അതിന് നമ്മൾ P of y theta എന്ന് പറഞ്ഞെടുത്തു. കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ ഡെഫിനേഷൻ വെച്ചിട്ട് നമുക്കറിയാം P of y theta എന്ന് പറയുന്നത് എന്തായിരിക്കും? P of y given theta into P of theta ആണ്. The first term P of y given theta is the likelihood and it embodies our statistical model. ഇവിടെ ഈ ഒരു ഫസ്റ്റ് ടേം ഉണ്ടല്ലോ P of y given theta, ഇതാണ് നമ്മുടെ ലൈക്ലിഹുഡ് ഫംഗ്ഷനെ കാണിക്കുന്നത്. ആ ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിനെയാണ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. It contains assumptions about how our data points are distributed. ഈ ഒരു ലൈക്ലിഹുഡ് ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഡേറ്റ പോയിൻറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ലഭിക്കും. ഫോർ എക്സാമ്പിൾ വെദർ ദേ ആർ നോർമലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ ബെർണോളി ഡിസ്ട്രിബ്യൂട്ടഡ്. നമുക്ക് ഈ ഒരു ഡേറ്റ പോയിൻറ്റ്സ് നോക്കിയിട്ട് ഒന്നെങ്കിൽ അത് ഏത് ഡിസ്ട്രിബ്യൂഷൻ ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ചിലപ്പോൾ അത് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ബെർണോളി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. നമ്മൾ ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ്റെ ഹെൽപ്പോട് കൂടി ഈ ഡേറ്റ പോയിൻറ്റ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് ആദ്യമേ കണ്ടുപിടിക്കും. The other term P of theta is called prior distribution over the parameters and quantifies our belief before looking at the data. ഈ ഒരു P of theta എന്ന് പറയുന്ന ടേമാണ് നമ്മുടെ പാരാമീറ്റേഴ്സിനെ പറ്റിയുള്ള പ്രയർ ഇൻഫോർമേഷൻസ് ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. Combining the data we have collected with the prior belief is done via Bayes' theorem. P of theta given y is equal to P of theta into P of y given theta divided by P of y, where P of y is the probability of data. In words, posterior is equal to prior into likelihood divided by marginal likelihood. സോ നമ്മൾ ഇനിയൊരു ഇപ്പം നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ കിട്ടി, അതുപോലെ തന്നെ പ്രയർ ഇൻഫോർമേഷനും കയ്യിലുണ്ട്. സോ നമ്മൾ ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്യുന്നത് ബേസ് തിയറത്തിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. എന്നിട്ട് നമുക്ക് പോസ്റ്റീരിയർ ആയിട്ടുള്ള ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. സോ ഇതിൻ്റെ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് എങ്ങനെ കിട്ടുന്നത്? ഇവിടെ നമ്മൾ P of theta given y എന്ന് പറയുന്നതാണ് ഇതിൻ്റെ പോസ്റ്റീരിയർ ഡിസ്ട്രിബ്യൂഷൻ. അത് നമുക്ക് കിട്ടുന്നത് P of theta എന്ന് പറയുന്നത് പ്രയർ നോളജ് ആണ്, അതേ ഇൻറ്റു P of y given theta എന്ന് പറയുന്നത് ലൈക്ലിഹുഡ് ആണ്. ദ ഹോൾ ഡിവൈഡ് ബൈ P of y. P of y എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർജിനൽ ലൈക്ലിഹുഡ് ആണ്. സോ അതാണ് ഇവിടെ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്തേക്കുന്നത്. പോസ്റ്റീരിയർ ഈസ് ഈക്വൽ ടു പ്രയർ ഇൻറ്റു ലൈക്ലിഹുഡ് ഡിവൈഡ് ബൈ മാർജിനൽ ലൈക്ലിഹുഡ്. അപ്പോൾ ഇതാണ് ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു പ്യുവർ ബേസിക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കാനില്ല, പക്ഷേ നിങ്ങളിതിൻ്റെ ബേസിക്സ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഈ ഒരു ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. ബേഷ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട്.
ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ പോർഷൻസ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി നമ്മൾ അടുത്ത ക്ലാസ് തൊട്ട് സെക്കൻഡ് സെമസ്റ്റർ പോർഷൻസ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. താങ്ക്